നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടൻ ദിലീപിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകി. കോടതിയിലെത്തിച്ചപ്പോൾ ജനം ദിലീപിനെ കൂവി വിളിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കായി ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. അതേസമയം പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. രാവിലെ 10:30ഓടെയാണ് ആലുവ സബ് ജയിലിൽ നിന്നും ദിലീപിനെ അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ദിലീപിനെ കണ്ടപാടെ ചുറ്റും കൂടിയിരുന്ന ജനം കൂകി വിളിച്ചു. ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാറിനെയും ജനം കൂകി. ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിൽ ദിലീപിനെ എത്തിച്ച് തെളിവെടുക്കണമെന്നും ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കണ്ടെത്തണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇതോടെ ദിലീപിനെ 2 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകി. കസ്റ്റഡി ചോദിച്ചതിൻ്റെ കാരണങ്ങൾ പ്രതിയെ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനായിട്ടും പിന്നീട് ഒരു കാറ് കണ്ടെടുക്കാനായിട്ടും പിന്നെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനായിട്ടും പിന്നെ ഇതിൽ വേറെ ആർക്കെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് അറിയാനായിട്ടാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റഡി ചോദിച്ചത്. 3 ദിവസം ചോദിച്ച് 2 ദിവസമേ കിട്ടിയുള്ളൂ. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ നാളെ വിശദമായ മറുപടി നൽകും. അതിനിടെ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ അറസ്റ്റ് തടയാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. പ്രതീഷിന്റെ പക്കലാണ് നടിയാക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഏൽപ്പിച്ചെന്നായിരുന്നു സുനിയുടെ മൊഴി. പ്രതീഷിനോട് നേരിട്ട് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ദിലീപിനെതിരെ ഉള്ളതുകൊണ്ട് തന്നെ ദിലീപിന് ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതേസമയം 2 ദിവസത്തിനു ശേഷം ദിലീപിന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗവും. സാഹിൽ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ദിലീപിനെതിരെ പോലീസ് കഥമെനയുകയാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കെ രാംകുമാർ. പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ്. ഗൂഢാലോചനയുടെ ഒരു തെളിവും ദിലീപിനെതിരെ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും രാംകുമാർ കോടതി അറിയിച്ചു. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാദം കേൾക്കും. തുറന്ന കോടതിയിലാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. ദിലീപിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ ഹാജരായി. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ഒരു തെളിവും പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് രാംകുമാർ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തോട് ഏത് ഘട്ടത്തിലും സഹകരിക്കും. കേസിൽ ദിലീപ് പരാതിക്കാരനാണെന്നും രാംകുമാർ കോടതിയിൽ വാദിച്ചു. പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ദിലീപിനെതിരായ തെളിവായി പോലീസ് ചമയ്ക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. പോലീസ് കഥ മെനയുകയാണ്, വ്യക്തിവിരോധം തീർക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന് ദിലീപിന്റെ അഭിഭാഷകൻ രേഖാമൂലം മറുപടി സമർപ്പിച്ചു. കേസിലെ പ്രധാന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് രാംകുമാർ ആരോപിച്ചു. ദിലീപിന്റെ അറസ്റ്റ് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണ്. ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ദിലീപിനെതിരായ തെളിവുകൾ കോടതിയിൽ നിരത്താൻ തയ്യാറാണെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചു. ദിലീപിന്റെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം വിശദമായ വാദം നടക്കും. റിപ്പോർട്ടർ, കൊച്ചി. ഇപ്പോൾ MG റോഡിൽ നിന്നും നേരത്തെ തൊടുപുഴ, തോപ്പുംപടി, MG റോഡ് തുടങ്ങിയ ഇടങ്ങളിൽ ദിലീപിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നു. വൻ ജനക്കൂട്ടമാണ് എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നത്. പലയിടത്തും പോലീസിന് ദിലീപിനെ വാനിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. MG റോഡിൽ അബാദ് പ്ലാസ ഹോട്ടലിലാണ് എത്തിച്ചത്. അബാദ് പ്ലാസയിൽ ദിലീപിനെ ഹോട്ടൽ മുറിയിലെത്തിച്ച് തെളിവെടുത്തു. വിശദാംശങ്ങളുമായി ലബി സജീന്ദ്രൻ. ലബി, MG റോഡിൽ അബാദ് പ്ലാസയിൽ ദിലീപിനെ തെളിവെടുത്തു, പുറത്തിറക്കി തെളിവെടുത്തു. മറ്റിടങ്ങളിൽ അങ്ങനെ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത്രയും രോഷം ദിലീപിനെതിരെ ഉയർന്നു വരുന്നത്? നികേഷ്, ശരി, അക്ഷരാർത്ഥത്തിൽ അത് കൃത്യമാണ്. കാര്യം ദിലീപിനെ ഓരോ തവണയും അമ്മയുടെ മീറ്റിങ്ങും മറ്റ് യോഗങ്ങളിലുമൊക്കെ ദിലീപ് എത്തുമ്പോൾ വളരെ ഹർഷാരവത്തോടുകൂടി സ്വീകരിച്ച ജനങ്ങളാണ് ഇന്ന് കൂകി വിളിച്ചുകൊണ്ട് ദിലീപിനെ വളരെ അമർഷം മൊത്തം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചത്. ദിലീപിന് ഇവിടെ എത്തിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോലീസ് കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ദിലീപിനെയും കൊണ്ടുവന്ന വാഹനം ഉൾപ്പെടെയുള്ള പോലീസ് വാഹനങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ദിലീപിനെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാതിരുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ കൊണ്ടുവന്ന് ആദ്യം ഈ ഭാഗത്തേക്ക് ദിലീപിൻ്റെ വണ്ടി കടന്നുപോയി അവിടെ ഇരുന്ന് തന്നെ ചില കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചതിന് ശേഷം തിരിച്ച് അതേ വാഹനത്തിൽ മടക്കിക്കൊണ്ട് പോകുമെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ നേരെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി ഇവിടെ നിർത്തിയതിനു ശേഷം ഈ അബാദ് പ്ലാസയുടെ ഈ മെയിൻ എൻട്രൻസ് വഴി ദിലീപിനെ അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെയാണ് ഇത് കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ് ഈ അബാദ് പ്ലാസ ഹോട്ടൽ. കാരണം 2013 നടിയുമായി, ഈ ആക്രമിക്കപ്പെട്ട നടിയുമായി വഴക്കുണ്ടാകുന്നത് ഇവിടെ അമ്മയുടെ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്ന ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചാണ് പൾസർ സുനി ദിലീപിനെ കണ്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിൻ്റെ
ഒരു നിർണായക സ്വഭാവം വെച്ചുകൊണ്ട് തന്നെയാവണം വളരെ ജാഗ്രതയോടുകൂടി തന്നെ പോലീസ് പെരുമാറിയത്. 5 മണിയോട് കൂടി തന്നെ ഈ ഹോട്ടലിന്റെ കവാടം അടച്ചിരുന്നു. ഒരാളെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. മാധ്യമപ്രവർത്തകരും ഹോട്ടലിലെ ജീവനക്കാരും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നതും. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു തെളിവെടുപ്പിന് ശേഷം ഇപ്പോഴും ഇവിടെ ആളുകൾ നിൽക്കുകയാണ്. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ 5 മണിയോടുകൂടി തന്നെ MG റോഡ് ഏതാണ്ട് തേവര ഭാഗം മുതൽ ഇങ്ങോട്ട് MG റോഡിന്റെ ഇരുവശത്തും ആളുകളായിരുന്നു. നിങ്ങളൊക്കെ ദിലീപ് കുറ്റക്കാരനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഏത് വികാരത്തിലാണ് ഇവിടെ വന്നത്? അങ്ങനെ ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ദിലീപിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിയുടെ കൂവി വിളിച്ചക്കാരായിരുന്നു. ദിലീപിനെ ഇഷ്ടമുള്ളവരാണ്. അപ്പൊ ഇഷ്ടമുള്ളവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ എന്തോരം അടിപൊളി പടങ്ങളുള്ളൂ. പറക്കും തെലുങ്ക, ചൂക്കൺ റേസ്, മൈ ബോസ്, അതുപോലത്തെ ഇഷ്ടം പോലെ പടങ്ങൾ നമ്മൾ കണ്ടില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ദിലീപിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ദിലീപിനൊരു പിന്തുണ പ്രഖ്യാപിക്കാനാണ് നിങ്ങളൊക്കെ വന്നത്. നമ്മൾ സത്യത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്ക് സത്യം അറിഞ്ഞാൽ മതി. സത്യം ജയിക്കട്ടെ സമ്മതിക്കുന്നു. പക്ഷേ അവനെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ചെയ്യരുത്. കോടതി ശിക്ഷിക്കും വരെ ഇങ്ങനെ പാടില്ല. ഏതായാലും ദിലീപിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഉള്ളവരും ഇതിൽ ഉണ്ടായിരുന്നു. ഇവരെ നമ്മൾ ആ സമയത്ത് പക്ഷേ മുഴുവൻ ഇവിടെ കൂകി വിളിച്ചുകൊണ്ടിരുന്നുള്ള മറ്റൊരു ജനക്കൂട്ടത്തെയായിരുന്നു കണ്ടിരുന്നത്. ഇത് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടുള്ളവരും ഇതിനിടയിൽ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ഇവിടെ പോകാതെ നിൽക്കുന്നത്. ഏതായാലും വല്ലാത്തൊരു വികാര പ്രകടനം തന്നെയായിരുന്നു. MG റോഡിലെ അബാദ് പ്ലാസയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയം മുമ്പ് ഏതാണ്ടൊരു സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ദിലീപിനെ തെളിവെടുപ്പ് കൊണ്ടുവന്നപ്പോൾ ആൾക്കൂട്ടം ദിലീപിനെ ചീത്ത വിളിക്കുകയും കൂവി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അപമാനകരമായ കാഴ്ച. മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പി ഗീത തുടങ്ങിയവരാണ് നമ്മളിപ്പോൾ വിവിധ സ്റ്റുഡിയോകളിൽ. ഇവിടെ ശ്രീമതി പി ഗീത, നോക്കൂ, കുറ്റക്കാരനാകുന്നത് വരെ നിരപരാധിയായി കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആരോപിതനായി കാണേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഇന്ന് പകൽ വെളിച്ചത്തിൽ തൊടുപുഴ കൊണ്ടുപോയി, അത് കഴിഞ്ഞതിന് ശേഷം തോപ്പുംപടി കൊണ്ടുവന്നു, അത് കഴിഞ്ഞതിന് ശേഷം MG റോഡിലെത്തിച്ചു, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് ക്ലബിലേക്ക് പോയിട്ടുള്ളത്. ശരിയാണ്, കുറ്റക്കാരനാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കാം. എന്നാൽ പോലും ഈ തെരുവ് ശിക്ഷ അനുവദനീയമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത് നല്ലതാണോ? പോലീസിന് ഇപ്പൊ തെളിവെടുക്കണമെങ്കിൽ വേറെ എന്താണ് മാർഗം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ സാങ്കേതികമായിട്ട്. കാരണം ഇത് പല സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു കോൺസ്പിറസിയെ കുറിച്ചാണ് ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ട് അത്തരം ഒരു കാര്യമാണ്. 2013 മുതൽ പല സ്ഥലങ്ങളില്, കാരണം അതിൽ സ്ഥലം വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ആളെ കൊണ്ടുപോയിട്ടല്ലാതെ എങ്ങനെയാണ് അത് പോസിബിൾ ആവുക എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അത് പറയേണ്ടത് പോലീസാണ്. പക്ഷെ ഇവിടെ ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ തൊടാനും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങാനും ഒക്കെ മത്സരിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ തന്നെയാണ് കുറ്റാരോപിതനായപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്രോശങ്ങളുമായിട്ട് വരുന്നത്. ഇവരാരും തന്നെ ഇപ്പോൾ ഈ കാണുന്ന ആൺകൂട്ടം, ഈ ആൺകൂട്ടത്തിന്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഒരു സ്ത്രീക്കും ഒരു കാലഘട്ടത്തിലും അനുകൂലമായിരുന്നില്ല താനും. അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ നടത്തുന്നത് എന്ന് വിചാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു നടൻ അക്കൗണ്ടബിൾ ആവുന്നതിൻ്റെ ഒരു ചെറിയ തരത്തിലുള്ള പോസിറ്റീവ് ഗുണപരമായിട്ടുള്ള അംശം അതിലുണ്ട്. എങ്കിൽ പോലും അത് അക്രമാസക്തമാവുന്ന തരത്തിൽ, മനുഷ്യരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു മൊബോക്രസിയിലേക്ക് അത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇതില് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ നികേഷ് ചോദിച്ചതുപോലെ ഞാനത് ആലോചിക്കുന്നുണ്ട്, ഇവരെപ്പോ എങ്ങനെയാ കൊണ്ടുപോവാ? ഇപ്പൊ ഈ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ആ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണ്ടത് എങ്കിൽ ഇദ്ദേഹത്തെ എങ്ങനെയാണ് അങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോവാതെ സാധിക്കുമോ? അപ്പൊ ഇത് ശരിക്ക്
തെളിവുകളോടുകൂടി പിടിക്കപ്പെടുന്നു ഒരാൾ, ആ തെളിവുകൾ വെച്ചിട്ട് ആ 14 ദിവസം റിമാൻഡിലാവുന്നു, 2 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറ്റാരോപിതനായിരിക്കുന്ന ഒരാൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകേണ്ടുന്ന ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവര് അതത് സന്ദർഭങ്ങളിൽ അതിനനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ 2 തരത്തിലുള്ള സംഗതികൾ സംഭവിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു തെളിവെടുപ്പിനെ പരാജയപ്പെടുത്താൻ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു ജനക്കൂട്ടം പല ഘട്ടങ്ങളിലും അവിടെ പ്രവർത്തിക്കാം ദിലീപിന്റെ, കാരണം ഇതിനെ തടയാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് തന്നെ ഇതിനോട് അത്തരത്തിൽ ദിലീപിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടും അത് സംഭവിക്കാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ ദിലീപ് എറയിൽ ഒരു പടം വിജയിപ്പിക്കുന്നതിന്, ഒരു പടം തോൽപ്പിക്കുന്നതിന് ഒക്കെ തന്നെയും ഈ ആൾക്കൂട്ടത്തെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ദിലീപിനെ തന്നെ വേട്ടയാടുന്നു അതിൻ്റെ പ്രേതം എന്ന നിലയിലാണ് നമ്മൾ ഈ ആൾക്കൂട്ട മനോഭാവത്തെ, മനഃശാസ്ത്രത്തെ ഒക്കെ തന്നെയും കാണേണ്ടത്. നോക്കൂ, അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ കട്ടു അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് മുകേഷ്, ഇന്നസെന്റ്, ഗണേശ് തുടങ്ങിയവരെ ചോദ്യം ചെയ്യണമെന്നാണ്. കാരണം അമ്മയിലെ അവരുടെ നിലപാടുകൾ, അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം സംശയാസ്പദമായിരുന്നു എന്ന കാരണത്താൽ ഇത് വെറും ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൽ മാത്രം നിന്നാൽ പോരാ. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് അവർ രാഷ്ട്രീയവും ആൾക്കൂട്ടം അവരുടേതായ സാറ്റിസ്ഫാക്ഷൻ, ഒരു സ്റ്റണ്ട് പടത്തിന് പോയി നിൽക്കുന്നത് പോലെ പുലർച്ചെ 6 മണിക്ക് ആലുവ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മറുപക്ഷത്ത് രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്, അങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിച്ചവരായിരുന്നു നിങ്ങൾ പ്രതിപക്ഷം. ഇപ്പോൾ പ്രതിപക്ഷത്തെ ഒരു MLA തന്നെ ആദ്യം ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നതിലൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ വലിയ നഷ്ടമാണ് പ്രതിപക്ഷ ഭാഗത്ത്, കോൺഗ്രസ് ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്നാമതായി ഈ കേസിൽ ഞാൻ അടക്കമുള്ളവർ നിലപാടെടുക്കുകയും ഇടപെടുകയും ചെയ്തത് ഒരു രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന സ്ത്രീപീഡന കേസ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചെറുതോ വലുതോ, അതുമല്ലെങ്കിൽ ആരും അറിയാതെ ഞങ്ങളോട് പറയുന്ന സ്ത്രീപീഡന കേസുകളിലടക്കം ശക്തമായ നിലപാടും ഇടപെടലും നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു രാഷ്ട്രീയ പ്രേരിതമായ വഴികളിലൂടെ മാത്രമാണ് എങ്കിൽ അത് കുറച്ചുകൂടി പൊളിറ്റിക്കലൈസ് ചെയ്ത് തന്നെ ഞങ്ങൾക്കൊക്കെ ഇടപെടാൻ കഴിയും. ഞങ്ങൾ ആരും അങ്ങനെ ഇടപെട്ടില്ല. ഏത് ഘട്ടത്തിലാണ് അത്തരമൊരു ഇടപെടൽ നടത്തിയത്? പൾസർ സുനി എന്ന് പറയുന്ന കൊടും കുറ്റവാളിയുമായി ഇത്തരം ആളുകൾക്ക് ബന്ധമുണ്ടാവുകയും അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ദിലീപിന് വേണ്ടി ഒറ്റക്കെട്ടാണ്, ദിലീപിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണെന്ന് ആലോചിക്കണം, ഒറ്റക്കെട്ടാണ് എന്ന് ആക്രോശിച്ചവർ ജനപ്രതിനിധികളാണ്. അവർ കേവലം കലാകാരന്മാരാണെങ്കിൽ നമ്മൾ അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആ ബോഡി, ശ്രീ നികേഷ് തന്നെ സൂചിപ്പിച്ചവരുള്ള ബോഡി ലാംഗ്വേജ് അടക്കമുള്ള അവരുടെ ശബ്ദ കാഠിന്യം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് അതിലൊരു ഭയവും ആശങ്കയും വന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതിശക്തമായ നിലപാടെടുത്ത്. ആ ഘട്ടത്തിലാണ് നിങ്ങൾക്കത് രാഷ്ട്രീയമാണ് എന്ന് തോന്നിയത്. അൻവർ സാദത്തിന്റെ കാര്യം, അൻവർ സാദത്ത് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഒരിക്കലും പറയില്ല എന്തെങ്കിലും കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിച്ച് ഞങ്ങൾ നിർത്തിക്കൊള്ളാമെന്നോ, TP വധക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ നിന്നതുപോലെ, ഷുക്കൂർ വധക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ നിന്നതുപോലെ ഒരു കേസിലും ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾ സ്വതന്ത്രമായി, ഞങ്ങളുടെ MLA ശ്രീ PT തോമസിന്റെ ആത്മാർത്ഥത ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് തെളിയില്ല എന്ന് കേരളത്തിൽ ഓരോ സാധാരണ പൗരനും അറിയാം. ഏറ്റവും അവസാനം നടിയുടെ കുടുംബം നന്ദി രേഖപ്പെടുത്തുമ്പോൾ കേരള പോലീസിനും മാധ്യമങ്ങൾക്കും ഒപ്പം PT തോമസിനാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. ശ്രീ അൻവർ സാദത്ത്, ഈ അൻവർ സാദത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയും കേട്ടില്ല. ഇന്നലെയാണ് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അറിയുന്നത് അൻവർ സാദത്ത് ഈ കേസിൽ ഇടപെട്ടു എന്ന രീതിയിലുള്ള വാർത്ത വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് ഏതെങ്കിലും ചാനലിൽ എങ്ങനെ അൻവർ സാദത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നാണ്. പിന്നീടാണ് അറിയുന്നത് ഒന്നുമില്ല, അല്ലാതെയാണ് ബന്ധം വെച്ച് പറഞ്ഞതാണെന്ന് പിന്നീടാണ് അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം രാത്രിയാണ് അതിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നത്. ഇവർ സുഹൃത്തുക്കളും അടുത്ത് ഇടപഴകുന്നവരും ഇവർ ഈ കേസിന് ശേഷവും പരസ്പരം സംസാരിച്ചിട്ടുണ്ട് എന്ന്. ആ കാര്യത്തെക്കുറിച്ച് അൻവർ സാദത്ത് വളരെ കൃത്യമായി പറയുന്നത്. അതൊക്കെ അൻവർ സാദത്ത് വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കും. പോലീസിന് അത് അന്വേഷിക്കാൻ ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തില്ല. അൻവർ സാദത്ത് ഇപ്പോൾ ഇവിടെ ഇല്ല, ഇന്ത്യയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അത് സംബന്ധിച്ചൊരു വിശദീകരണം ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ശോഭാ സുരേന്ദ്രൻ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ആദ്യം പോലീസ് എന്തുകൊണ്ടാണ് ദിലീപ് കളവ് പറയുന്നത് എന്നാണ് അന്വേഷിച്ചത്. അങ്ങനെയാണ് ദിലീപിന് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന
എന്ന ക്ലൂവിലേക്ക് പോലീസ് എത്തുകയും അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ദിലീപിനെ ഈ കേസുമായി കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത വിഷയം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ്. 2006 മുതൽ ഇതുവരെ 35 റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ദിലീപ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഈ നടിയുമായി, മഞ്ജു വാര്യരുമായി, മറ്റേതെങ്കിലും നടിമാരുമായിട്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഒക്കെ തന്നെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ്. അതായത് തീർത്തും ഘട്ടം ഘട്ടമായിട്ടാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വെറും ചോദ്യം ചെയ്യാൻ സംശയിക്കപ്പെടുന്നയാളെന്നുള്ള നിലയിൽ, പിന്നീട് പ്രതിയായി, ആദ്യഘട്ടത്തിൽ ഈ പീഡനത്തിൽ ഏത് നിലയിലാണ് കർട്ടന് പിന്നിൽ നിന്ന് ദിലീപ് കളിച്ചത് തുടങ്ങിയ പരിശോധനകൾ, അത് കഴിഞ്ഞതിന് ശേഷം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള നിലയിൽ, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉയരത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ. അപ്പോൾ പോലീസ് നിഷ്പക്ഷമായും സത്യസന്ധമായും വളരെ ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, മറ്റൊരു കേസിലും കാണിക്കാത്ത ആർജവത്തോടുകൂടി ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയവും ആൾക്കൂട്ട മനഃശാസ്ത്രത്തിലും കളിക്കുന്നത് ഈ കേസിനെ വഴിതെറ്റിക്കുകയോ അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന ഒരു ഫോക്കസിൽ നിന്ന് കാര്യങ്ങൾ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യില്ലേ എന്ന് സംശയിക്കുകയെങ്കിലും വേണ്ടേ? അങ്ങനെ ഒരു ആശങ്കയെങ്കിലും പ്രകടിപ്പിച്ച് ആൾക്കൂട്ടത്തെ അതിൽ നിന്നും, മാധ്യമങ്ങളെ ഈ ഇടപെടലിൽ നിന്നും ഒക്കെ തന്നെയും മാറ്റുക എന്നുള്ളതല്ലേ പൊതുപ്രവർത്തകരുടെ ആത്യന്തികമായി പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയുള്ള ഡ്യൂട്ടി ഒന്നും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചില്ല. കാരണം പൊതുപ്രവർത്തകർ പല ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന കേസുകൾ വരുമ്പോഴും നല്ല മര്യാദാരാമന്മാരായിട്ട്, നല്ല ആളുകളായിട്ട് നമ്മൾ പ്രകടനം നടത്തുകയും പ്രതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം കിടക്കുകയും ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷയത്തെ എത്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ കുറെ 1-2 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ കാണുകയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസിൽ ഇങ്ങനെ മര്യാദയോടുകൂടി നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ, ഞാൻ എന്നെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുകയാണ്, ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അത് ഐസ്ക്രീം പാർലർ കേസ് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നീട് കിളിരൂർ കേസും കവിയൂർ കേസും ഉൾപ്പെടെ, ഞാൻ അത് സമയം കളയുന്നില്ല, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാനല്ല. പക്ഷെ പ്രശ്നം, ഇങ്ങനെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളുകളും ഇടപെട്ടുകൊണ്ട് പല കേസുകളിലെയും ക്രിമിനലുകളെ പിടികൂടാൻ വേണ്ടി പരിശ്രമിക്കുകയും അവർ അറ്റുപോകുകയും ചെയ്ത കേസിൽ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നാം തരം ഒരു ക്രിമിനൽ വക്കീലുണ്ടെങ്കിൽ ആ വക്കീൽ ഇടപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയും കേസ് അട്ടിമറിക്കാൻ സാധിക്കും. എങ്ങനെ? അതായത് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലുമായി ഒത്തുകളിച്ചുകൊണ്ട് ധാരണയിലെത്തിക്കൊണ്ട് എത്രയോ കേസുകളിൽ വാദിഭാഗം തോറ്റുപോയിട്ടുണ്ട്. ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒറ്റക്കയ്യൻ ഇന്ന് സുഖകരമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാ? ഭരണകൂടത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാത്തതുകൊണ്ടാണ്. ഭരണകൂടത്തിന്റെ എന്താ വേണ്ടത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത്? അവരെ കൈകാര്യം ചെയ്യട്ടെന്ന് തീരുമാനിക്കുകയാണോ വേണ്ടത്? അല്ല, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട ബാധ്യതയൊന്നും രാഷ്ട്രീയക്കാർക്കില്ലെന്നേ. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ആലോചിക്കണം. നാളെ ഇത്തരത്തിലുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ കൂക്കും, ജനങ്ങൾ തെറി പറയും, ജനങ്ങൾ ആക്രോശിക്കും. ഈ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പ്രതിയെ കൊണ്ടുപോയി കൃത്യമായ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്താനാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗജനാവിന് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് സേനയുള്ളത്, ആഭ്യന്തര വകുപ്പുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ ഡ്യൂട്ടിയാണത്. എങ്ങനെ പ്രതിയെ കൊണ്ടുപോകണം, എങ്ങനെയാണ് ജനങ്ങളെ നിയന്ത്രിച്ചു നിർത്തേണ്ടത്. ജനത്തിന്റെ വായ അടച്ചിട്ടൊന്നും ഈ കേസിൽ അങ്ങനെ മറ്റൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനൊന്നും സാധ്യമല്ല. ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകും. ക്യൂ നിന്ന് വെയിലും മഴയും കൊണ്ടാലും ഇവനെയൊക്കെ വലിയ സിനിമാക്കാരനാക്കാൻ വേണ്ടിയിട്ട് പ്രതികരിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ പിറകിലുണ്ട്. അന്നൊക്കെ അവർ കൈയടിച്ചില്ലേ? പണവും പ്രതാപവും എല്ലാ സ്വാധീനവും ഉണ്ടായപ്പോ ഈ കേസിന് അട്ടിമറിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ആക്രോശമൊക്കെ പുറത്തന്നെ സഹിച്ചിട്ട് പോയാൽ മതി ദിലീപ് എന്ന എന്റെ അഭിപ്രായം. തുടരുക. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നോക്കൂ, ദിലീപിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ. 3 ദിവസമാണ് ചോദിച്ചത്, 3 ദിവസം കൊടുക്കാനാകില്ല, 2 ദിവസത്തേക്ക് ചുരുക്കി. വെള്ളിയാഴ്ച ഇനി വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കും. വിശദമായ വാദം കേൾക്കേണ്ടി വരും. ഒരുപക്ഷെ അടുത്ത സിറ്റിങ്ങിൽ മാത്രമേ വിധി ഉണ്ടാകൂ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നിയമപരമായി ദിലീപിന് ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഏതാണ്ട്, അല്ലേ? അല്ല, ഞാനിതിനകത്ത് ഈ ബെയിൽ ആപ്ലിക്കേഷന്, മജിസ്ട്രേറ്റ് കോടതിയിലെ ബെയിൽ ആപ്ലിക്കേഷന് സെഷൻസിലെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ബെയിൽ ആപ്ലിക്കേഷൻ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. രാംകുമാർ സാറ് കഴിഞ്ഞ ദിവസം മുതൽ പറയുമ്പോൾ ഈ തെളിവുകളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്, ഈ തെളിവുകളെല്ലാം തെറ്റായതാണ് എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. അതായത് മജിസ്ട്രേറ്റിനൊരു പരിമിതിയുണ്ട് ഈ ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുന്നത്. ഇത് സെഷൻസ് കോടതിയിൽ എക്സ്ക്ലൂസീവ്ലി ട്രൈ ചെയ്യേണ്ട ഒരു മാറ്റർ. അതായത് ഇതിൻ്റെ വിചാരണ സെഷൻസ് കോടതിയിൽ നടക്കേണ്ട കേസാണ്. മജിസ്ട്രേറ്റിൻ്റെ ജോലി ഫൈനൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്മിറ്റൽ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊസീഡിങ്സ് ഉണ്ട്. അത് പ്രകാരം ഒരു പ്രൊസീഡിങ്സ് ഇഷ്യൂ ചെയ്തിട്ട് സെഷൻസിലേക്ക് കൊടുത്ത് അവിടെയാണ് ഇതിൻ്റെ വിചാരണ നടത്തുന്നത്. അത്തരം കേസുകളിൽ
ഈ CRPCയുടെ 436 വകുപ്പിൽ ഒരു പരിമിതിയുണ്ട്. അത്തരം കേസുകളിൽ ബെയിൽ ഗ്രാൻറ്റ് ചെയ്യാനുള്ള അധികാരം മജിസ്ട്രേറ്റിനില്ല. പക്ഷേ അവിടെ ഒരു പ്രൊവൈസോ ഉണ്ട്. ആ പ്രൊവൈസോ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ മജിസ്ട്രേറ്റിന് ഈ കേസിൻ്റെ രേഖകൾ പരിശോധിച്ച് ഈ കേസിൽ ഇയാളെ തെറ്റായി ചേർത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതൊരു തെറ്റായ കേസാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യണം. അങ്ങനെ ഉത്തമ ബോധ്യം മജിസ്ട്രേറ്റിന് വന്നാൽ മാത്രം, അതായത് പ്രിമാ ഫേസി ഫൈൻഡിംഗ് ഒന്നുമല്ല, ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ജാമ്യം കൊടുക്കാം. മറ്റിടത്ത് പരിഗണിക്കുമ്പോൾ വേറെ കാര്യങ്ങളാണ് നോക്കുന്നത്. അവിടെ നോക്കുന്നത് സെഷൻസിലോ ഹൈക്കോടതിയിലോ വരുമ്പോൾ നോക്കുന്നത് പ്രതിയുടെ കസ്റ്റഡി ആവശ്യമാണോ. അവിടെ ഈ കേസ് ശരിയോ തെറ്റോ എന്നുള്ള ക്വസ്റ്റനൊന്നുമില്ല. പ്രതിയുടെ കസ്റ്റഡി ആവശ്യമാണോ, പ്രതി എവിഡൻസ് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ടോ, പിന്നെ അതുപോലെ അത്തരം കാര്യങ്ങളിലേക്കുള്ള പരിശോധന അവിടെയാണ് നടക്കുന്നത്. ഇവിടെ അതൊന്നും നോക്കാൻ പറ്റില്ല. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ: ഈ കേസ് നിലനിൽക്കുന്നതാണോ. ഈ കേസിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഈ കേസ് ഇൻവെസ്റ്റിഗേഷനിൽ കുറേ ലീഡുകളുണ്ട്, കുറച്ച് എവിഡൻസുകളുണ്ട്. ബാക്കി എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിനാണ് കസ്റ്റഡി ചോദിച്ചു, എവിഡൻസ് കളക്ട് ചെയ്യുന്നു. അതും കൊണ്ട് കോടതി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഫർദറായിട്ട് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യണമെന്നാണ് പോലീസ് പറയാൻ പോകുന്നത്. അവിടെ മജിസ്ട്രേറ്റിന് ബെയിൽ ഗ്രാൻറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് എവിഡൻസ് ഇല്ലെങ്കിലും നാളെ എവിഡൻസ് കൂടുതൽ ശക്തമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ പോലും ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഈ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയിട്ട്, അതായത് മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ പ്രൊവൈസോ വെച്ചിട്ട് ബെയിൽ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം തെറ്റായ കേസുകൾ ഒരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ട് മജിസ്ട്രേറ്റ് എടുത്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മജിസ്ട്രേറ്റിന് ബെയിൽ കൊടുക്കാൻ പറ്റാതെ വന്നാൽ ഒരു ദിവസമെങ്കിലും റിമാൻഡ് ചെയ്ത് അകത്ത് കിടത്തേണ്ടി വരും. അതേ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ പോലീസ്. ഈ കേസ് അങ്ങനത്തെ ഒരു കേസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. വളരെ ശക്തമായ എവിഡൻസോട് കൂടി മുന്നോട്ട് പോകും. ഇനി ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ നീതിയും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാ നീതിയും കിട്ടിയെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ജനങ്ങൾ കാണിക്കുന്ന വിഷയം, എനിക്കൊരു സംശയം ഞാൻ നികേഷ് പറയുകയാണ്. വെളുപ്പിന് 6 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലൊക്കെ മെനക്കെട്ട് വന്നിട്ട് കൂവാനും ദിലീപിനെതിരെ ആക്രോശിക്കാനും നിൽക്കുന്നത് അതൊരു ഇൻറ്റൻഷണൽ മൂവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരു പണിയും ഇല്ലാത്തവർക്ക് അതിന് കഴിയില്ല. ഇങ്ങനെ വെളുപ്പിന് 6 മണിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മെനക്കെട്ട് അവിടെ പോയി ആളെ വെച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. അതുപോലെ പല സ്ഥലങ്ങളിലും അങ്ങനെ ദിലീപ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ദിലീപ് കൂക്കുവിളി പിന്നെ തിയേറ്ററുകളിൽ നടത്തി പലരെയും നശിപ്പിച്ചിട്ടുള്ള ആളാണ് എന്ന് ആരോപണമുണ്ട്. അത്തരം ആരോപണങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തികളുടെ പിന്നിലെന്ത്? ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വെറുതെ ഒരു ഡിസോൺ ചെയ്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. അവരുടെ പാർട്ടി പ്രവർത്തകരെ തൽക്കാലം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ട തെളിവുകൾ എടുത്തോട്ടെ. അവിടെ പോയി ബഹളം ഉണ്ടാക്കാനോ കുക്കു വിളിക്കാനോ നിർത്തണ്ട. അതിൻ്റെ അവരുടെ റിപ്പോർട്ട് വന്നിട്ട് ശേഷം അതിനെ വിജിലൻ്റായിട്ട് വായിച്ചാൽ, അല്ലെങ്കിൽ അവർ ചെറുപ്പക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കല്ലുപറക്കി എറിയുക അല്ലെങ്കിൽ കൂ വിളിക്കുക, ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടത് ഒരു കൺവിക്ഷനാണ്. നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് വേണ്ടത് കൺവിക്ഷനാണ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൺവിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് എന്ത് കല്ലുകടിയും എതിർക്കപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ബാബു, മുൻ SP, ടെലിഫോൺ ലൈനിൽ. ശ്രീ സുഭാഷ് ബാബു, ശരിയാണ്, മറ്റു വഴികളൊന്നും ഉണ്ടാകില്ല. തെളിവെടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില കേസുകളിൽ രാത്രികളിൽ എടുക്കാറുണ്ട്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ദിലീപിനൊരുക്കിയ റൂട്ട് എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും അറിയാം. തൊടുപുഴ നിന്നും MG റോഡിലേക്ക് തോപ്പുംപടി വഴി എന്ന നിലയിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്, കൂവി വിളിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ജാമ്യാപേക്ഷ പോലും അടുത്ത സെഷനിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യമുണ്ട്. ആ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ഇനിയും തെളിയിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ദൃശ്യങ്ങൾ ലക്ഷ്യ എന്ന കാവ്യമാധവൻ്റെ കടയിൽ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ മറ്റൊരു കടയിൽ നിന്ന് കിട്ടി എന്നല്ലാതെ അവിടുത്തെ CCTV ഇതിനകം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഈ ഒരു പരസ്യമായ നിലയിലുള്ള തെളിവെടുപ്പ്, അതിന് സമാന്തരമായി നടത്തുന്ന ഈ അന്വേഷണം, ഇതൊക്കെ തന്നെയും താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ പലതും ഇങ്ങനെ ഈ ഒരു പരസ്യ വിചാരണ പോലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും കേസ് അട്ടിമറിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? അതുപോലുള്ള സംഭവമായി ഇത് മാറാനിടയുണ്ടോ എന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? ഇല്ല, അതില് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഥമദൃഷ്ടിയ ഒരു കേസുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിയും. അതല്ലെങ്കിൽ മറ്റ് സ്ഥലം വിട്ടു പോകും, രാജ്യം വിട്ടു പോകും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തതിന് ശേഷം കോടതി കണ്ടീഷൻ വെച്ചിട്ട് ജാമ്യം കൊടുക്കും.
അവിടെയും ചിലപ്പോൾ ഇതിനകത്ത് സെഷൻസ് കോടതിയൊന്നും കിട്ടാൻ എനിക്ക് സാധ്യതകൾ കുറച്ച് കുറവുണ്ടാകും. അത് ഹൈക്കോടതി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാൽ എന്തായാലും കിട്ടും. അപ്പോൾ കണ്ടീഷനൊക്കെ വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബെയിൽ ഒരു റൈറ്റ് ആണ്. അന്വേഷണം തീർന്നു കഴിഞ്ഞാൽ അവിടെ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു കോൺസ്പിറേറ്ററിന്റെ അപ്പുറത്തേക്ക് ഒരു പെർപെട്രേറ്റർ അല്ല, അത് കുറ്റകൃത്യ നിർവഹണം നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മറ്റവരുടെ പേരിലുള്ള തെളിവ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുറ്റങ്ങൾക്കും തത്തുല്യമായ ശിക്ഷ ദിലീപിനും കിട്ടാൻ സാധ്യതയുണ്ട്. അഡ്വക്കേറ്റ് ആളൂർ 19 പ്രാഥമിക തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ദിലീപിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു എങ്കിൽ ഇപ്പോൾ ദിലീപ് നമ്മുടെ മുന്നിൽ ഒരു പ്രതിയാണ്. ബ്ലാക്ക്മെയിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചയാളാണ് ദിലീപ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ദിലീപ് അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നു എന്ന സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദിലീപ് നൽകിയ പരാതിയിൽ FIR ഇടാതെ പോയത്. 2 കോടി രൂപ അത് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. സുനി ആവശ്യപ്പെട്ടു എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ എവിടെ നിന്ന്, എങ്ങനെ, എപ്പോൾ എന്ന് പറയാൻ കഴിഞ്ഞില്ല. 13 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ദിലീപ് എതിർത്തില്ല, വളരെ ശാന്തനായി നിന്നു. അവസാനം അന്വേഷണ ഉദ്യോഗസ്ഥനോട് കൈകൂപ്പി പറഞ്ഞു എന്നെ രക്ഷിക്കണം എന്ന്. അതുപോലും ഒരു പ്രതിയുടെ അവസാന ശ്രമമായി മാത്രമേ പോലീസ് കണ്ടുള്ളൂ. ബ്ലാക്ക്മെയിൽ കത്തിൽ ഭീഷണി ഉണ്ടായിരുന്നില്ല, സഹവർത്തിത്വത്തിൻ്റെ ഭാഷ മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. നിരവധി തെളിവുകളാണ് ദിലീപിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമാണ് സെഷൻസ് കോടതിയിൽ ദിലീപിന് ജാമ്യം ലഭിക്കില്ല എന്ന്. അപ്പോൾ ആളൂർ, താങ്കൾ എങ്ങനെയാണ് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ കാണുന്നത്? സെഷൻസ് കോടതിയിൽ ദിലീപിന് എന്ത് ഭാവിയാണ് ഉള്ളത്? തീർച്ചയായിട്ടും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഒരു അഭിഭാഷകനുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഒരു പക്ഷേ ഈ പറയുന്ന ഇന്ററോഗേഷന് വേണ്ടി ദിലീപ് ഹാജരായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ററോഗേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു അഭിഭാഷകനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രിലിമിനറി ആയിട്ട് ആ അഭിഭാഷകൻ ചെയ്യേണ്ടത് ഇങ്ങനൊരു ആരോപണം നിലനിൽക്കുമ്പോൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷെ അത്തരം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ഒരു ജാമ്യം ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്തില്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ദിലീപിൽ ആരോപിക്കുന്ന തെളിവുകൾ ശേഖരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആരോപിക്കുന്നത് ഒരു 120B ഈ പറയുന്ന കോൺസ്പിറസി മാത്രമാണ്. ഈ കോൺസ്പിറസി മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മെയിൻ ഓഫൻസ് കമ്മിറ്റ് ചെയ്യാതിരിക്കെ അതിന്റെ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും സെഷൻ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാൻ ഈ പറയുന്ന ദിലീപിന് അവകാശമുണ്ട്. കാരണം കോൺസ്പിറേറ്ററുടെ റോൾ വളരെ വളരെ മിനിമൈസ്ഡ് റോളാണ്. അത് കുറ്റം ചെയ്തിട്ടുള്ള ആക്ച്വൽ ഒരു കമ്മിറ്റ്മെന്റ് ഓഫ് ക്രൈം ഈ വ്യക്തി ചെയ്യാതിരിക്കെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പ്രതിക്ക് ജാമ്യം നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ള ഭാഗക്കാരനാണ് ഞാൻ. കാരണം ഈ പറയുന്ന കേസ് നിലനിൽക്കുന്നത് ഒരു തട്ടിക്കൊണ്ടൽ പോകലും അതുപോലെ തന്നെ ഈ പറയുന്ന ആക്ച്വൽ കമ്മീഷൻ ഓഫ് റേപ്പും അത് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരോപിക്കുന്ന രീതിയിൽ സുനിൽകുമാറും കൂട്ടാളികളുമാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ദിലീപിന് ജാമ്യം കിട്ടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് അവർ. കുറച്ചുകൂടി ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണം ദിലീപ് അർഹിക്കുന്നുണ്ടോ? അതായത് നേരത്തെ ആളൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മുൻകൂർ ജാമ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ അക്കാര്യത്തിലുള്ള വാദം മുൻകൂർ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ല. കാരണം അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള രീതിയിൽ പ്രതിയാകുന്നുവെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല, അതിനുള്ള സാഹചര്യമില്ല എന്നാണ് കരുതിയിരുന്നത്. അതിനപ്പുറത്തേക്ക് അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ ദിലീപ് ഈ കേസിലുണ്ട് എന്ന് പൊതുസമൂഹം കരുതുമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുകയായിരുന്നോ ദിലീപിൻ്റെ? അല്ല, ഞാനതിനകത്ത് മുൻകൂർ ജാമ്യം ദിലീപ് മൂവ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ദിലീപിന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പ്രതി ചേർക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു സെലിബ്രിറ്റി മുൻകൂർ ജാമ്യം കൊടുത്ത് അത് പ്രതി ചേർക്കൽ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക ചെയ്തത്. സാധാരണഗതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഇൻസ്ട്രക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്യും. ഇൻസ്ട്രക്ഷന് സമയത്ത് പോലീസ് തീരുമാനിക്കും ഇനി ഇയാളെ പ്രതി ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ
ഇദ്ദേഹത്തിന് നാളെ പ്രതി ചേർക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പം തന്നെ പ്രതി ചേർത്തിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിക്കും. പ്രതി ചേർത്ത് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിൽ വാദം നടക്കും. ആ വാദത്തിൽ ഇവർ കോൺക്രീറ്റ് എവിഡൻസ് നിരത്തിക്കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം അവിടെ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത്തരം ഒരു അറ്റംപ്റ്റ് നടത്താതിരുന്നതിൻ്റെ റീസൺ അതാണ്. ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. മുൻകൂർ ജാമ്യം കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റ് ആയിരുന്നു. അത് ഫയൽ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഫയൽ ചെയ്യണം. സാധാരണ ഒരു കക്ഷിയാണെങ്കിൽ, സാധാരണ ഞങ്ങൾ വക്കീലന്മാരുടെ ഒരു കക്ഷി വന്നു കഴിഞ്ഞാൽ അറസ്റ്റിന് അത് പോലീസ് വിളിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു മുൻകൂർ ജാമ്യം ഒന്ന് മൂവ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ആ മുൻകൂർ ജാമ്യത്തിൽ നല്ലൊരു കേസ് റേസ് ചെയ്ത് ജാമ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടുള്ളൂ, പിന്നെ പോലീസിൻ്റെ അടുത്ത് പോകാമല്ലോ. അപ്പോൾ അവരും അത് താല്പര്യത്തോട് തന്നെ നിൽക്കും. ഇവിടെ അത് ചെയ്യാഞ്ഞതിൻ്റെ കാര്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതിയാവില്ല. കോൺഫിഡൻസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. ആ കോൺഫിഡൻസ് വന്നതിന് ഒരു കാരണം ദിലീപിൻ്റെ സ്വാധീനം തന്നെയായിരുന്നു. ദിലീപ് സിനിമയുടെ സർവ്വമേഖലകളിലും പിടിമുറുക്കിയിരുന്നു. നമുക്കറിയാം, സിനിമ നടന്മാർ അല്ലെങ്കിൽ നടിമാർ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മറ്റ് മേഖലകളിൽ നിക്ഷേപിച്ചപ്പോൾ ദിലീപ് പൂർണ്ണമായും സിനിമയിൽ തന്നെ നിക്ഷേപിക്കുകയും കൃത്യമായ അടിത്തറ ഒരുക്കുകയും ഈ ഇൻഡസ്ട്രിയെ താൻ നയിക്കും എന്ന് തീരുമാനിക്കുകയും അതിനാവശ്യമായ ചരടുവലികൾ നീക്കുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ സ്വന്തം വരുമാനം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സമാനമായ വിധത്തിൽ ദിലീപിൻ്റെ ആ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് സേവനങ്ങൾ ചെയ്തു. ഒരു പക്ഷേ ദിലീപിന് ഈ ആത്മവിശ്വാസം വന്നിട്ടുണ്ടാവുക, എന്നെ ഈ രാഷ്ട്രീയ നേതൃത്വം അത് LDF ആയിക്കോട്ടെ UDF ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതൃത്വം കൈയൊഴിയില്ല എന്നായിരിക്കും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സൗഹൃദമായിരിക്കാം ദിലീപിനെ നിയമപരമായി കുറെ കൂടി മുൻകരുതൽ എടുക്കുന്നതിൽ നിന്ന് വിലക്കിയത്. ആണോ അല്ലയോ? തീർച്ചയായും സാധാരണ യുക്തിക്ക് ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും നിർഭയനായി അദ്ദേഹം നിന്നത്. അതുപോലെ തന്നെ മികച്ച അഭിനേതാവായതുകൊണ്ട് ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം മുതൽ സിനിമാക്കാരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴും ഒക്കെ ഏറ്റവും നല്ലൊരു അഭിനേതാവായി, സഹപ്രവർത്തകയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന പച്ചയായ മനുഷ്യൻ എന്ന പ്രതീതി തോന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് ശ്രമിച്ചു. അവിടെയാണ് അൻവർ സാദത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ, അൻവർ സാദത്ത് ആരോപണ വിധേയനായി എന്ന് പറയുമ്പോൾ CPM ഭരിക്കുന്ന അല്ലെ LDF ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഭരണകക്ഷി MLAക്ക് ചെയ്യാൻ പറ്റുന്ന സ്വാധീനം വളരെ കുറവാണെന്ന് നമുക്കറിയാം. പക്ഷേ അമ്മയുടെ തലപ്പത്തുള്ള മഹാനടന്മാർ, കൈരളി ചാനലിന്റെ ചെയർമാൻ അടക്കമുള്ള ഒരു മഹാനടൻ, അതുപോലെ ജനപ്രതിനിധികളായ MLAമാർ, MP, ഇവരൊക്കെ തന്നെ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. സിനിമയിൽ ഇപ്പോൾ ശ്രീ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പുറത്തു വരുന്ന ഓരോ വാർത്തകള് കേരളം കണ്ടിട്ടുള്ള മഹാനടന്മാരെ ഒക്കെ മൂലക്കിരുത്തി മികച്ച അവാർഡ് ജേതാക്കളായ മികച്ച സംവിധായകരെ ഒക്കെ വീടിനകത്തേക്ക് പറഞ്ഞയച്ച് അവരെയൊക്കെ മാറ്റുന്ന എല്ലാം സിനിമയിൽ ദിലീപ് തീരുമാനിക്കും. ആ തീരുമാനത്തിനൊത്ത് മഹാനടന്മാരടക്കം നിന്നുകൊടുക്കും എന്നൊരു രീതി ഉണ്ടായിരുന്നു. സിനിമയിലെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി. പിന്നെയുള്ളത് രാഷ്ട്രീയമാണ്. അതെ, രാഷ്ട്രീയത്തിന്റെ എല്ലായിടത്തും സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഒരു കലാകാരനോ കലാകാരിയോ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ എല്ലാവരും പിന്തുണയ്ക്കും. കാരണം കല എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ഒരു സിദ്ധിയാണ്. അത് സാധാരണ എല്ലാവർക്കും കിട്ടത്തില്ല. കിട്ടുന്നവരെ ജനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പരമാവധി വളർത്താൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കും. അതിൽ രാഷ്ട്രീയക്കാരുമുണ്ട്. അങ്ങനെ തന്നെ രാഷ്ട്രീയക്കാരുമായിട്ട് ഉറ്റബന്ധമുള്ള ഒരു സിനിമാ നടനായ ദിലീപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പത്തനാപുരത്ത് ശ്രീ ഗണേഷിന് 25 ലക്ഷം രൂപ കൊടുത്തതെന്നടക്കം അതുപോലെ പല സ്ഥാനാർത്ഥികൾക്കും പ്രചാരണത്തിന് പോവുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിക്കപ്പെടാത്തതും പെട്ടതുമായ രീതിയിൽ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ആ ഒരു ധൈര്യം തന്നെ ആയിരിക്കണം. തന്നെ ഒരിക്കലും പിടിക്കില്ല. പോലീസ് ചോദ്യം ചെയ്യാൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പോലും തനിക്ക് വേണ്ടി തന്നെ ഇറക്കാൻ, നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ, വൻ കക്ഷികളെയൊക്കെ അങ്ങോട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അടുത്ത നിമിഷങ്ങളിൽ തലസ്ഥാനത്ത് നിന്ന് ഫോൺ കോളുകൾ വേണമെങ്കിൽ MLA മന്ത്രി അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന അടക്കമുള്ള രംഗങ്ങൾ അത് സ്വജീവിതത്തിൽ ആവർത്തിക്കുമെന്ന് അദ്ദേഹം ധരിച്ചു. പക്ഷേ ആ ധാരണ തെറ്റായിരുന്നു എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇവിടെ ശ്രീമതി P. ഗീത, ഇപ്പോൾ ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാണിച്ചു ഗണേശിനെ സഹായിച്ചു, അല്ലെങ്കിൽ ചില പ്രചരണത്തിന് ദിലീപ് പോയി എന്ന്. പക്ഷേ കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇപ്പോൾ വാട്സാപ്പിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാകെ തന്നെയും പ്രചരിക്കുന്നത് ഓരോ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ദിലീപിൻ്റെ ബന്ധം, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ദിലീപിൻ്റെ ബന്ധം, ദിലീപ് അവരുടെ പരിപാടികളിൽ കലവറയില്ലാതെ സഹകരിച്ചത്, ഇതെല്ലാം പുറത്തു വരിക. പക്ഷെ അത് തെറ്റാണ് എന്ന് തെളിഞ്ഞു എന്നുള്ളതാണ്. LDF എന്നോ UDF ഒന്നോ അല്ല. നാളെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം സൃഷ്ടിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ?
ഈ ഒരു കാര്യത്തിൽ അത് തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇതില് ഒന്ന് രണ്ട് ഘടകങ്ങളും കൂടി ഉണ്ട് അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയത് എന്ന് ഞാൻ കരുതുന്നു. അതിലൊരു പ്രധാന ഘടകം, ഇതിനു മുൻപും നടിമാർ ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ സുരേഷ് കുമാറിന്റെയൊക്കെ ഭാര്യയുടെയൊക്കെ സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൂടെ. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ പറ്റുള്ളൂ. നികേഷ് ചോദിച്ചതിന് എനിക്ക് രണ്ടു മറുപടിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഞാൻ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. മറ്റെല്ലാ സംഗതികളെയും മാറ്റിവെച്ച് ഇദ്ദേഹമാണ് പ്രതിയെങ്കിൽ തെളിവുകൾ ഒരുക്കി രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം, ആ വിധം എന്ന് പറയുന്നത് അദ്ദേഹം രക്ഷപ്പെടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അത്ര ഭദ്രമായിട്ട് ഇദ്ദേഹത്തെ അതാണ് അതിനകത്ത് പ്രസക്തമായ കാര്യം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ ആരുമായിക്കൊള്ളട്ടെ സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഇവിടെ നോക്കൂ, മാർട്ടിൻ എന്ന ഒരു സഹയാത്രികൻ ഉണ്ടായിരുന്നു പൾസർ സുനിക്ക്. മാർട്ടിനും പൾസർ സുനിയും തെറ്റി എന്ന് കണ്ടപ്പോൾ, അങ്ങനെ ഒരു നിരീക്ഷണം പോലീസിനുണ്ടായപ്പോൾ, രണ്ടുപേരും 2 ദിവസം മിണ്ടാതെ നടക്കുന്നു എന്ന് നിരീക്ഷിച്ചപ്പോൾ മാർട്ടിനെ വളഞ്ഞു പിടിച്ച് മാപ്പുസാക്ഷിയാക്കുന്നതിലേക്ക് പോലീസ് എത്തിക്കുന്നു. ഒരു ഷൂസിൽ, അത് പെരുമ്പാവൂർ സി എയുടെ ക്രിയയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഷൂസിൽ മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ, പൾസർ സുനിക്ക് മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ പൾസർ സുനി ആരെയൊക്കെ വിളിക്കും എന്നെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നു. വിളി തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മണിക്ക് വിളിക്കുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ പിന്നെ ദിനേന്ദ്ര കശ്യപിൻ്റെ ഇടപെടൽ, അവസാനം ബെഹ്റ തന്നെ നേരിട്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ പോലീസ് സിനിമയിൽ കാണാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, പോലീസിനെ വെറുതെ വിടുമ്പോൾ അല്ലെങ്കിൽ പോലീസിനെ സ്വതന്ത്രമാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളായി മാത്രമല്ലേ നമുക്കതിനെ കാണാൻ കഴിയൂ? അല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഫെബ്രുവരി മാസം മുതൽ ഇത്രയും നാൾ വലിയ ബുദ്ധിയില് പോലീസ് ടീം അന്വേഷിച്ചിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നൊന്നും വിശ്വസിക്കാൻ മാത്രമൊരു വിദ്യയല്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, പൾസർ സുനിയെ കയ്യിൽ ചുറ്റി ചോദ്യം ചെയ്ത സമയത്ത് തന്നെ കേരള പോലീസിന് കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ദിലീപിനെ രക്ഷിക്കാനുള്ള വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നു. പക്ഷേ ഞാൻ ആ സമയത്തൊന്ന് ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പൾസർ സുനി പറയുന്നു ദിലീപാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് എന്ന് പറഞ്ഞാൽ, ദിലീപിനെ പിടിച്ചാൽ ഇപ്പം ദിലീപ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സാധൂകരിക്കപ്പെടുക. ഒരു കുറ്റവാളി പറയുന്നത് കേട്ട് ഒരു ജനപ്രിയ നടനായ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിന് വസ്തുതയുടെ പിൻബലം ഉണ്ടാകില്ല. പകരം തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുകയാണ് ചെയ്തത്. അല്ല, അങ്ങനെ വിശ്വസിക്കാൻ ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അത് വിശ്വസിക്കട്ടെ, അതിന് വിരോധമില്ല. പക്ഷെ പ്രശ്നം, ഞാൻ വിശ്വസിക്കുന്നത് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഉപയോഗപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി അവസാന ഘട്ടം വരെ പൾസർ സുനി ക്രിമിനലാണ് എന്ന അറിവുണ്ടായിട്ടും, പൾസർ സുനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന് ബന്ധമുണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടും ശ്രീമാൻ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം പാലിച്ചു നിന്നു എന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമായി. ഈ ബോധ്യമൊന്നും നമ്മുടെ പോലീസിനുണ്ടായില്ല. അക്കാര്യത്തിലൊന്നും സംശയമില്ല. മുകേഷും ഗണേശും ഒരുപക്ഷെ എടുത്തിട്ടുള്ള മണ്ടത്തരങ്ങൾക്ക്, സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എത്രത്തോളം മണ്ടത്തരം ഉള്ളതാണെന്ന് അവരുടെ പിൽക്കാലത്തുള്ള മുഖഭാവങ്ങളിൽ നിന്ന്, ബോഡി ലാംഗ്വേജിൽ നിന്നെല്ലാം വ്യക്തമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കൂ, ഈ നിലയിൽ ഇപ്പോൾ ടി പി സെൻകുമാറും CPM-ഉം തമ്മിൽ വലിയ ശത്രുതയാണല്ലോ. നിങ്ങളാണല്ലോ ടി പി സെൻകുമാറിന് വേണ്ടി നിയമസഭയിൽ അഹോരാത്രം പോരാടിയത്. ടി പി സെൻകുമാർ പറയുന്നു, ഗംഗേശാനന്ദ കേസിൽ ഇത് ക്രൈംബ്രാഞ്ച് വിടുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടിയപ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഉചിതമായ കാര്യങ്ങൾ ചെയ്തോ. യഥാർത്ഥത്തിൽ AK ആന്റണി ഒരു കാലഘട്ടത്തിൽ ചെയ്തതും പിന്നീട് കോൺഗ്രസ് വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കലഹമുണ്ടായതുമായ വിഷയമാണിത്. പോലീസിനെ സ്വതന്ത്രമായി വിടുക, രാഷ്ട്രീയ നേതൃത്വത്തിന് കടിഞ്ഞാണില്ലാതിരിക്കുക എന്നുള്ളത്. പക്ഷേ കടിഞ്ഞാൺ ഉണ്ടാവുകയും വിടേണ്ട സമയത്ത് വിടുകയും ചെയ്യുക എന്നതിലല്ലേ വിജയം? തീർച്ചയായും പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനീതി ഉണ്ടായാൽ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം അത് പ്രാദേശിക തലത്തിലായാലും സംസ്ഥാന ദേശീയ തലത്തിലായിട്ടും ഉണ്ടാകേണ്ടതാണ്.
ആ ഒരു ഉത്തരവാദിത്വമാണ് ഓരോ പൊതുപ്രവർത്തകരിൽ നിന്നും വിശേഷിച്ച് ജനപ്രതിനിധികളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ ടി.പി. സെൻകുമാറിന് വേണ്ടി അന്ധമായി നിയമസഭയിൽ പോരാടിയതൊന്നുമല്ല കോൺഗ്രസ്. അനീതി കണ്ടപ്പോൾ, അന്യായമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ വിട്ടുപോകുന്നതിന് മുമ്പ് ദവെ പോലും മാപ്പ് പറഞ്ഞു. ഞാൻ വക്കാലത്തെടുക്കില്ലായിരുന്നു, ഇത്ര കണ്ട് വർഗീയ വിഷം ചുരത്താൻ വേണ്ടിയാണ് ഈ ആക്ഷന് വേണ്ടി ടി.പി. സെൻകുമാർ തന്നെ സമീപിച്ചത് എന്ന് കണ്ടപ്പോൾ ദവെ വരെ ഒരു പ്രൊഫഷണൽ കാര്യമാണ് ദവെ ചെയ്തത്. കോൺഗ്രസ് നിയമസഭയിൽ പറഞ്ഞതിനൊരു ഖേദവും അല്ലെങ്കിൽ നിയമസഭയിൽ ഉറഞ്ഞു തുള്ളിയതിനൊരു ഖേദവും പ്രകടിപ്പിച്ച് കണ്ടില്ല. അല്ല, ടി.പി. സെൻകുമാറിന്റെ വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് പിന്തുണച്ചില്ലല്ലോ, പിന്തുണയ്ക്കുകയില്ലല്ലോ. അന്ന് ടി.പി. സെൻകുമാറിന് അകാരണമായി ജിഷ വധക്കേസിൽ പുറ്റിങ്ങൽ ദുരന്ത കേസിൽ തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു. പുറ്റിങ്ങൽ കേസിന്റെ ആദ്യ അവസാനം നേരിട്ട് ബോധ്യം എന്നുള്ള നിലയിൽ ഞാൻ അടക്കമുള്ളവർ ആ നിലപാട് തന്നെയാണ് എടുത്തത്. മുഖ്യമന്ത്രി അതല്ല നമ്മുടെ വിഷയമെങ്കിലും പറയുന്നതിന് മറുപടി പറയാതെ പോകാതിരുന്നാണ് വിചാരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഒരു CPM പ്രതിനിധി ഇല്ലാത്തത് കൊണ്ടും. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ആളുള്ളത്, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായ ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അന്നും ടി.പി. സെൻകുമാറിനെ പ്രതിരോധിച്ചത്. അത്രയ്ക്ക് ത്രികാലജ്ഞാനിയാണെങ്കിൽ നമ്മളാരും ദിലീപ് പ്രതിയാണെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ദിലീപിന്റെ ഗൂഢാലോചന അങ്ങ് കണ്ടുപിടിച്ചുകൂടായിരുന്നോ? അങ്ങനെ ത്രികാലജ്ഞാനമൊന്നും അല്ല അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ സത്യവാങ്മൂലത്തിൽ രാഷ്ട്രീയ താല്പര്യം ആരോപിക്കാതിരുന്ന ടി.പി. സെൻകുമാർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ രാഷ്ട്രീയ താല്പര്യം ആരോപിച്ചത് അവിടുത്തെ മേലാളന്മാരുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ആ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കുമോ? അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ടി.പി. സെൻകുമാർ പറയുന്ന പോലെ ആണ് പിണറായി വിജയൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ഇടപെടലുമില്ലാതെ. എന്നാൽ രാഷ്ട്രീയമായ ഇടപെടൽ വേണം താനും പോലീസിനെ എന്ന് നിങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലും തെളിയിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സ്വതന്ത്രമാക്കേണ്ട ഇടങ്ങളിലുണ്ടെങ്കിൽ അത് DGPയെ ഏൽപ്പിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക എന്ന നയത്തിൽ പിണറായി വിജയൻ വിശ്വസിക്കുന്നു. പിണറായി വിജയൻ തീർച്ചയായും ആ വിശ്വാസത്തിലേക്ക് എത്തിച്ചതിൽ നികേഷ് കുമാർ അടക്കമുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും ശ്രീ P.T. തോമസ് അടക്കമുള്ള കേരളത്തിലെ പൊതുജന പ്രതിനിധികൾക്കും സർവോപരി പൊതുജനങ്ങൾക്കും ഇതിൽ ദിലീപിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വലിയ ആളുകൾ ഗൂഢ ആലോചനയിലുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണമെന്ന നിതാന്ത ജാഗ്രതയാണ്. ഞങ്ങൾക്കാർക്കും ശ്രീ പിണറായി വിജയൻ ഈ കാര്യത്തിൽ പോലീസിനെ സ്വതന്ത്രമായി വിട്ടു എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം മുഹമ്മദ് ഷാ 2006 മുതൽ ഇതുവരെ 35 റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് ദിലീപ് നടത്തിയത് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. എറണാകുളവും തൃശ്ശൂരിലുമൊക്കെയാണ് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ടെങ്കിൽ അത് ദിലീപിൻ്റെ മാത്രം വിഷയമാണ്. ദിലീപിന് വരുമാനമുണ്ട്, പുറത്ത് സ്റ്റേജ് ഷോ ഉണ്ട്. അതിൻ്റെ അനുസരിച്ചാണോ വരുമാനം വന്നിട്ടുള്ളതൊന്നും നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, അതൊന്നും നടക്കാൻ പോകില്ലാത്ത. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇടപെടുന്നത്? അല്ലാതെ മോട്ടീവിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ? ഇപ്പം ഞാനിപ്പോൾ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യുമെന്ന് പറയപ്പെടുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ലിങ്കിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അവിടെ ലോക്കൽ MLA ആണെങ്കിലും അവിടെ കുറേ വസ്തുക്കൾ ഇയാൾ മേടിച്ചിട്ടുണ്ട്, ഇയാളുടെ സുഹൃത്താണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പരിചയമുള്ള ആളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ ആ ആംഗിളിലാണോ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും റിയൽ എസ്റ്റേറ്റ് നടത്തലൊരു തെറ്റൊന്നുമല്ല. റിയൽ എസ്റ്റേറ്റിൽ കുറേ വസ്തുക്കൾ മേടിക്കുന്നതിന് സോഴ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് മേടിക്കുകയും ചെയ്യാം. പോലീസിന് സോഴ്സ് പ്രോപ്പറാണോ എന്ന് പരിശോധിക്കുന്നതിന് അതോറിറ്റി വേറെയാണ്, പോലീസല്ല. അപ്പോൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, ഈ ട്രാൻസാക്ഷനിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ക്രൈമുമായി ബന്ധമുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. അതായത് ദിലീപ് മേടിച്ച പ്രോപ്പർട്ടീസിൻ്റെ ബിനാമി ട്രാൻസാക്ഷൻസ് ഏതെങ്കിലും നടന്നിട്ടുണ്ടോ, ആ ബിനാമി ട്രാൻസാക്ഷൻസും ഈ ഒഫൻസുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധന ഒരു അനിവാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്തരം പരിശോധനകൾ വേണം. കാരണം ഈ ഗുണ്ടായിസം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കൊട്ടേഷൻസ് ഒക്കെ കൊടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് വളരെ ലിങ്ക്ഡാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്നത് പോലെ, അതായത് ഒരു ലീഗൽ റെമഡി എടുക്കാൻ പറ്റാത്തൊരു കാര്യം ലീഗലി ഒരു റെമഡി ഇല്ല എന്ന് കാണുമ്പോഴാണ് ഇത്തരം റെമഡിയിലേക്ക് പോകുന്നത്. അത്തരം ലീഗൽ റെമഡി എടുക്കാൻ പറ്റാത്ത ഒരു ട്രാൻസാക്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുക. പോലീസ് അത് നിഷ്പക്ഷമായ പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടത്തുന്നതിനകത്ത് അപാകതയില്ല.
അപ്പോൾ മൊത്തം ട്രാൻസാക്ഷൻ അവർ പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒന്നിലേക്ക് അവർ എത്തുള്ളൂ. അവസാനം ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ട്രാൻസാക്ഷൻ മാത്രം നിൽക്കുന്ന അല്ല, ഇത് ഒരുപക്ഷെ പോലീസ് അന്വേഷിക്കേണ്ട വിഷയമൊന്നും ആയിരിക്കില്ല. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദിലീപും ഈ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപിൻ്റെ അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരും ഒരു ഭൂമി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദിലീപിനെ അറിയുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ദിലീപ് ഒരു പരിചയപ്പെടുന്ന ആളെപ്പോലും കുറച്ച് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്ന ആളാണെന്ന് തോന്നിയാൽ തന്നെ ഇങ്ങനെ ഒരു ഭൂമിയുണ്ട്, നമുക്ക് ഒന്നിച്ചു കൂടിയാൽ എടുക്കാൻ കഴിയും എന്ന് പറയുന്ന രീതിയിൽ അത്ര കണ്ടൊരു ഭ്രാന്തനാണ്. ഈ അന്ധവിശ്വാസത്തിനോട് മാത്രമല്ല, ഭൂമിയോടും ആ നിലയിലൊരു ഭ്രാന്തനായിട്ടുള്ള ആളാണ്. മാത്രമല്ല അതിൽ ആരെയും പങ്കാളിയായി ചേർക്കുന്നതിനോടും അയാൾക്ക് താല്പര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ക്രൈമിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അല്ല, അത് ക്രൈമിലേക്ക് നയിക്കണമെങ്കിൽ ബിനാമി ട്രാൻസാക്ഷൻസ് വന്നാൽ പലയിടത്തും ക്രൈമുകളിലേക്ക് പോകാം. ബിനാമി ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ആ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതും ക്രൈമുമായിട്ട് ഈ ക്രൈമിൽ ഒറ്റ കാര്യമുള്ളൂ. ഒരു അറ്റാക്ക്, ഒരു അസോൾട്ട് ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായി, അതിനൊരു കോൺസ്പിറസി ഉണ്ടായി, അതിനൊരു അബറ്റ്മെൻ്റ് ഉണ്ടായി. ഈ പോയിന്റിൽ മോട്ടീവിലേക്ക് എത്തുകയാണ്. ആ മോട്ടീവിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ, ആ പോയിന്റിൽ മാത്രമേ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. അല്ലാതെ റിയൽ എസ്റ്റേറ്റിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റൻ ഒന്നും ഇവിടെ വരില്ല. അതൊരു വലിയ തലമാണ്. ശ്രീമതി പി ഗീത, എന്താ നോക്കൂ, ഇവിടെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം എന്ന് പറയുന്നത് പോലീസ് വിശദീകരിക്കുന്നത് മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹബന്ധം നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് കാവ്യ മാധവനുമായിട്ടുള്ള ദിലീപിൻ്റെ സൗഹൃദം അല്ലെങ്കിൽ അമിത സൗഹൃദം, അത് ഈ നടി മഞ്ജു വാര്യറിൽ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതൊന്നാണ്. രണ്ടാമത്തേത് കൂട്ടുചേർന്ന് ഭൂമി എടുക്കുകയും അത് ചിലപ്പോൾ ബിനാമി എന്നുള്ള പേരിൽ ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് അത് തിരിച്ചു ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയുകയും ചെയ്യുന്ന രീതിയിൽ അതിനകത്ത് സാമ്പത്തിക താല്പര്യം കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള വലിയ തോതിൽ അപകടം ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമാണ് ആ പണത്തിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നതെന്ന് സിനിമയുടെ ഇന്നത്തെ പണത്തിൻ്റെ ഒരു ധൂർത്തും വലിയ തോതിലുള്ള കൊഴുപ്പും ഒക്കെ കാണുമ്പോൾ പോലീസിനെ സംശയിക്കാവുന്നതേ ഉള്ളൂ. ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇതിൽ നികേഷ് ഒരു കാര്യമുള്ളത്, ഇത് നടക്കുന്നത് ഫെബ്രുവരി 27-ാം തീയതിയാണ്. ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കാവ്യ മാധവനും തമ്മിലുള്ള വിവാഹമൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ താനുമായിട്ടുള്ള ഒരു ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കാവ്യ മാധവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഘടകം അതിലുണ്ട്. അതുമാത്രമാണോ കാരണം എന്നുള്ള ഒരു സംശയം ന്യായമായിട്ടും എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 2013 മുതൽ ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് ഇല്ലാത്തൊരു അലിഗേഷൻ അല്ല, ഒരു ഗോസിപ്പ് അല്ല, അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് അറിയിച്ചു എന്നുള്ളതാണ് ഒരു ദേഷ്യം വന്നതായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേഷ്യം വന്നിട്ടുള്ളതിൻ്റെ പേരിൽ വിവാഹത്തിന് ശേഷവും വീണ്ടും ഇതേ ആളെ ഇപ്പൊ നമ്മൾ മുന്നേ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ നടത്തൂ എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം അതിലുണ്ട് എങ്കിൽ അതിനപ്പുറത്ത് നമുക്ക് അത്ര തന്നെ വിസിബിൾ അല്ലാത്ത ചില ഘടകങ്ങൾ കൂടി ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ ഭൂമി വാങ്ങുന്നു എന്നുള്ളതോ അയാളുടെ പണം ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതോ ഒന്നും തന്നെ ക്രൈമിന്റെ പരിധിയിൽ എത്രത്തോളം വരും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയെ കുറിച്ചും എനിക്ക് അതിന് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള സ്വത്ത് തർക്കങ്ങൾ നമുക്ക് നമ്മളുടെ ഒരു സാമാന്യ ബോധത്തിൽ നമ്മുടെ ദൃശ്യതയ്ക്ക് അപ്പുറമുള്ള സ്വത്ത് തർക്കങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഒരു കുത്തൊഴുക്ക്, പണത്തിന്റെ വലിയ കുത്തൊഴുക്ക് കൊണ്ട് മാഫിയാവൽക്കരണം സംഭവിച്ചിട്ടുള്ള ഒരു വ്യവസായ മേഖലയാണ് സിനിമയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ആനക്കൊമ്പ് അതുപോലെയുള്ള മറ്റു ചില അലിഗേഷൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. കലാഭവൻ മണിയുടെ മരണം നടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു പണം എന്നുള്ളൊരു ഘടകം
പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മനുഷ്യരുടെ ജീവൻ എടുക്കുകയും മനുഷ്യരെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ വികസിക്കുന്ന ഒരു അധോലോകമായിട്ട് മലയാള സിനിമയെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം അന്വേഷിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇവരെ കാണുന്നത് നമ്മുടെ ആദർശ പൗരുഷത്തിൻ്റെയും നമ്മുടെ മാതൃകാ സ്ത്രീത്വത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീടകങ്ങളിലാണ് നമ്മൾ ഇവരെയൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത്തരം ആൾക്കാർ വലിയ തോതിൽ ഒരു മാഫിയവൽക്കരണം സംഭവിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ക്രൈമുകളിലേക്ക് പുഷ്പം പോലെ എടുത്ത് ചാടാവുന്ന തരത്തിലുള്ള ആൾക്കാരാണ്, അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്, അവരുടെ കൂടെയാണ് രാഷ്ട്രീയക്കാർ എന്ന് വരുത്തി തീർക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ്. അവരും രാഷ്ട്രീയത്തിലുണ്ട്, രാഷ്ട്രീയത്തിന്റെ സ്ഥാപനങ്ങളുടെ മുകളിൽ അവരും ഇരിക്കുന്നുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള ഒരു അരക്ഷിതത്വം, അങ്ങനെയുള്ള ഒരു ബോധ്യത്തെ അരക്ഷിതത്വം ശരിക്കും നമ്മളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു സ്ത്രീ ഇരയാവുമ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ഈ സെക്സ് റാക്കറ്റ് ഇഷ്യൂസിലൊക്കെ തന്നെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ സെക്സോ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഇതൊരു ഈ പെണ്ണിന്റെ ശരീരം എന്നുള്ളത് ഈ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപാധിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതിലെങ്ങനെ ഇത് പ്രവർത്തിച്ചു എന്നുള്ളത് കണ്ടെത്താൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ വളരെ ചുരുക്കി ഉത്തരം. അതായത് മഞ്ജു വാര്യർ വിവാഹമോചിതയായതിനു ശേഷം ഒരുപക്ഷെ നമ്മുടെ സാധാരണ രീതിയെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്ക് ദിലീപ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതവുമായി ഉണ്ടാക്കിയ ഒരു സ്വത്തും ഒരു രൂപ പോലും വേണ്ട എന്നാണ്. ഞാൻ ഈ വിഷയം ഒരു സിനിമാ പ്രവർത്തകനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ മഞ്ജു വാര്യർ ഒരു സ്വത്തും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞതിന് മഞ്ജു വാര്യർ തന്നോട് പറഞ്ഞ കാരണം എനിക്ക് സെൽഫ് റെസ്പെക്റ്റോടുകൂടി ജീവിക്കണം എന്നാണ്. എനിക്ക് ദിലീപിൻ്റെ സ്വത്ത് അയാളുടെ ഭാര്യയായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ വിവാഹമോചനത്തിന് ശേഷം ഞാനത് ഏറ്റെടുത്താൽ എനിക്ക് സെൽഫ് റെസ്പെക്റ്റോടുകൂടി ജീവിക്കാം. വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കാം, അത് എല്ലാവരും അനുകരിക്കേണ്ട വിഷയമായിരിക്കില്ലായിരിക്കാം. പക്ഷേ അപ്പോൾ അതിനകത്തുള്ള പോയിന്റ് ഇതാണ്. അങ്ങനെ നിലപാടെടുത്ത മഞ്ജു വാര്യർ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ദിലീപുമായി റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട് എന്നും ദിലീപ് സമ്പാദിച്ചു കൊടുത്ത റിയൽ എസ്റ്റേറ്റ് ബിനാമി പേരിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും പേരിലോ ആണെങ്കിൽ എന്തിനത് മഞ്ജു വാര്യർക്ക് കൊടുക്കും എന്ന് പറയണം. കാരണം മഞ്ജു വാര്യർക്ക് സ്വന്തം പേരിൽ എഴുതിയ റിയൽ എസ്റ്റേറ്റ് തന്നെ മഞ്ജു വാര്യർ തിരിച്ച് ദിലീപിൻ്റെ പേരിലേക്ക് വകമാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബന്ധം അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവുമോ? തീർച്ചയായും റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൽ ഈ കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. സിനിമയ്ക്ക് അകത്തും പുറത്തും നടന്നിട്ടുള്ള പല അക്രമങ്ങളുടെയും യഥാർത്ഥ കാരണം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് എന്ന് പിന്നാമ്പുറ കഥകൾ ഉണ്ടായിരുന്നത് ഈ അറസ്റ്റോടുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നതായുള്ള രീതിയിൽ വരുന്നുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, കോടതി മുറികളിൽ ഒരുപാട് കുടുംബ കോടതിയിൽ തന്നെ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷക എന്ന നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു രൂപം തന്നെയായിരുന്നു മഞ്ജു വാര്യരുടേത്. കാരണം കോടതികളിൽ ചിലരൊക്കെ അറിയാതെ മുഴുവൻ സ്വത്തും പുരുഷന്മാരുടെ കയ്യിലായി പോയിട്ട് നിസ്സഹായതയുടെ നിലവിളിയുമായി നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ളവരോട് ബുദ്ധിമോശം കാണിച്ചത് എന്ത് ചോദിച്ചവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ലാത്ത അതൊക്കെ ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷം കേസുകളിലും ഡൈവോഴ്സ് ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്വത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ പോലും സ്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സ്ത്രീകളെയാണ് നാം കൂടുതൽ കണ്ടത്. അവിടെ ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി നിലനിന്ന മഞ്ജു വാര്യർ അതുപോലെ ദിലീപുമായിട്ടുള്ള വിഷയത്തിൽ ഒരിക്കൽ പോലും ദിലീപിനെതിരെ ഒരു വാക്കുരിയാടാതെ ഒന്ന് പഴി പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ച ഒരു സ്ത്രീ, സാധാരണ സ്ത്രീക്ക് അതിനപ്പുറമാണ് മഞ്ജു എന്നുള്ള ഒരു വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ പോലും എനിക്കൊരു മകനുണ്ട്, 12 വയസ്സാണുള്ളത്. അവൻ ഓർമ്മ വെച്ച കാലം മുതൽ അവനുമായാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. ദിലീപിന്റെ സിനിമ കാണുക എന്ന് പറയുന്നത് അവന്റെ ഏറ്റവും ഒരു കട്ട ഫാൻ എന്നൊക്കെ നമ്മളിപ്പോൾ പറയത്തില്ലേ, അമ്മാതിരി വരുന്നത്. എന്റെ കുഞ്ഞ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ശരിക്കും ഷോക്കിലാണ്. ദിലീപ് അങ്ങനെ ചെയ്യില്ല. മഞ്ജു വാര്യരുടെ സിനിമ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊപ്പം വരെ അവന് മടി, എനിക്ക് വേണ്ടി വെറുതെ വന്നിരിക്കും. അതിനേക്കാൾ കൂടുതൽ അവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ദിലീപിനെ മാത്രം ആ സിനിമയുടെ ഒരു പക്ഷേ തമാശ കൊണ്ടായിരിക്കാം അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ദിലീപിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ദിലീപ് അത് ചെയ്യുമോ എന്ന് മഞ്ജു വാര്യർ ചോദിച്ചതായും വിവരങ്ങൾ വരുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്,
സിനിമാ മേഖല മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ക്രിമിനൽ വൽക്കരണം, പണം എത്രയുണ്ടായാലും അത് പോരാ എന്നുള്ള ആർത്തി, ഇതെല്ലാം കൂടെ ചേർത്ത് മനുഷ്യനല്ലാതാക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി, ഗീത, അഡ്വക്കേറ്റ് ആളൂർ, ശോഭ സുരേന്ദ്രൻ, സുഭാഷ് ബാബു, നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.